ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് അറിയോ? സീറ്റ് കറക്റ്റ് ചെയ്യാന്നാണ്. ഓക്കെ, എനിക്ക് ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ പറ്റുള്ളൂ നോക്കുന്ന നേരെ വന്നാൽ പറ്റില്ലേ? ബ്രേക്ക് ഏതാ? ഓക്കെ, ക്ലച്ചും ബ്രേക്കും ചവിട്ടാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ഇനി സ്റ്റിയറിങ്ങിലൊന്ന് പിടിക്കേ, കറക്റ്റായിട്ട് പിടിക്കാനും പറ്റുന്നില്ല. നമുക്ക് ഇങ്ങനെ പിടിക്കണം, ഇങ്ങനെ പോകാൻ പാടില്ല. എയർ ബാഗുള്ള വണ്ടിയാണെങ്കിൽ നമ്മൾ മോത്തിൽ കട്ടിച്ച പണി പാടും. എയർ ബാഗ് കറക്റ്റായിട്ട് വർക്കാവില്ല. സോ അതിന് ശേഷം സീറ്റ് ബെൽറ്റ് ഇടാം. ഇനി ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ചിട്ട് ഗിയർ ന്യൂട്രലാണോ നോക്ക്. നോക്ക്, ഇപ്പൊ ന്യൂട്രലാണോ നോക്ക്. ഇപ്പൊ ന്യൂട്രൽ. ഓക്കെ, ഇപ്പൊ ന്യൂട്രലാണ്. ഇനി എന്ത് ചെയ്യുക? വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ക്ലച്ചും ബ്രേക്കും ചോട്ടി സ്റ്റാർട്ട് ചെയ്താൽ ഫുള്ളടിച്ചു മതി. ഓക്കെ അല്ലേ? അതിന് ശേഷം ഫസ്റ്റ് ഗിയർ മറന്നിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് ഇട്ടൊക്കെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മെല്ലെ ഇട്ടാൽ മതി. നമ്മളെപ്പോൾ സെക്കൻഡും തേർഡിക്ക് ഇടുമ്പോൾ മെല്ലെ ന്യൂട്രൽ ഗിയർ നൽകാം. അത്രേ ഉള്ളൂ. ബലം പിടിച്ചാൽ അത് ടൈറ്റ് ആവും കേട്ടോ. ഫോർത്ത് അടി. ഓക്കെ ആണല്ലോ? ന്യൂട്രാക്ക് ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് താക്കൽ. അപ്പോൾ ഗിയർ ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് താത്തിയാൽ മതി. പ്രസ് ചെയ്ത് താക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്രേക്കിൽ കാല് വന്നുകൊണ്ട് തന്നെ പിന്നെ ഹാൻഡ് ബ്രേക്ക് താത്തിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റർ, ലാസ്റ്റ് വൺ ഇൻഡിക്കേറ്റർ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത്, ലെഫ്റ്റിക്കാണ് പോകേണ്ടത്. സോ ലെഫ്റ്റിൽ സീൻ കൊടുത്തില്ലേ? ഇനി നമ്മൾ ഇപ്പോൾ റോഡിന് ക്രോസ് ആയിട്ട് നിൽക്കുന്നത്, ആ സൈഡിൽ നിന്ന് ഈ സൈഡിൽ വണ്ടി ആയിരുന്നു നോക്കാം. നമുക്ക് ഇല്ലെങ്കിൽ വാഹനം ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നീ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ച് പോക്കുക, പതുക്കെ പോക്കുക. ക്ലച്ച് മാത്രം കേട്ടോ, ബ്രേക്ക് നീ എടുക്കാൻ പറഞ്ഞിട്ട് ചെയ്താൽ ക്ലച്ച് പോക്കുക. അതാണ് സൗണ്ട് തന്നെ ഉണ്ട്. ബ്രേക്കിന് കാലം ഇപ്പോൾ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്യും. അതിനനുസരിച്ച് ആക്സിലേറ്റർ ലേശം കൊടുക്കുക കേട്ടോ. ആക്സിലേറ്റർ നല്ല തിരിച്ചാൽ മതി കേട്ടോ. ഞാൻ തിരിക്ക് ലെവലാക്കണം കേട്ടോ. അതുവരെ നീ ക്ലച്ച് ബ്രേക്കിന് കാലുവാ. അങ്ങനെ തന്നെ പറയും. ഇനി വിട്ടുകൊടുക്കും, മെല്ലെ വിട്ടുകൊടുക്കും, മെല്ലെ ആക്സിലേറ്റർ കൊടുക്കും. ഇതിൽ വെച്ച് മെല്ലെ റിലീസ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ആക്സിലേറ്റർ കൊടുത്തിട്ട് അടുത്ത ഗിയർക്ക് മാറ്റിക്കോ. പോട്ടെ. ഈ ഗിയർ മാറ്റിക്കഴിഞ്ഞാൽ വേണ്ടി ക്ലച്ചിന് കാലെടുക്കണം കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിരിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ പതുക്കെടുക്കും ക്ലച്ചിൻ്റെ. റണ്ണിങ്ങിലാണെങ്കിൽ വേറെ എടുക്കുക, അതിന് കുഴപ്പമില്ല കേട്ടോ. റണ്ണിങ്ങിൽ നമ്മൾ വേറെ എടുക്കണേ, നമുക്ക് വണ്ടി പോകും കേട്ടോ. മതിയറ.